മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന ചാപ്റ്ററിൽ പ്രോബബിലിറ്റി എന്നൊരു പോർഷൻ ഉണ്ട് അവസാനത്തേക്ക് അല്ലെ. ആ ഒരു പോർഷനിൽ നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കാർഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. കാർഡ് CARD, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാർഡ് തന്നെയാണ്. പക്ഷെ എങ്ങനത്തെ കാർഡ്, നിങ്ങൾക്ക് എങ്ങനത്തെ കാർഡ്സാണ് പരിചയമുള്ളത്? യുനോ കാർഡ്സ് ഒക്കെ പരിചയം ഉണ്ടാവും അല്ലെ. അതേപോലെ എൻ്റെ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ നമ്മുടെ ഗുസ്തിക്കാരില്ലേ, നമ്മുടെ ഫൈറ്റേഴ്സ്, ആ ഫൈറ്റേഴ്സ് അല്ല, നമ്മുടെ ബോക്സിങ് അങ്ങനത്തെ അല്ല, അല്ലാണ്ട് നമ്മളെ WWE അങ്ങനെ എന്താ പറയൂലേ, റെയ്മിസ്റ്റീരിയോ, അണ്ടർടേക്കർ, അവരുടെയൊക്കെ റാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള ചെസ്റ്റ്, അതൊക്കെ ഉള്ള കാർഡ്സ്, അങ്ങനത്തെ കാർഡ്സ് ഉണ്ടായിരുന്നു. ആ കാർഡ്സ് അല്ല ഇവിടെ പറയുന്നത്. നമ്മളെ ഷീറ്റ് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കളിക്കുന്നത്, ആ ടൈപ്പ് കാർഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റിയിൽ ചോദിക്കാൻ നല്ല പോലെ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റിയിൽ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യണമെന്നാണ്. നിങ്ങൾ ഏത് കാർഡ് റിലേറ്റഡ് ആയിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പഠിക്കാൻ പറ്റും. സോ നല്ലപോലെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നോക്കിയടാ. എ കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. 52 കാർഡ്സ് ആണ് ഒരു പെട്ടിയിലുണ്ടാവുക. അതിൽ നിന്ന് നമ്മളൊരു കാർഡ് റാൻഡംലി എടുത്തു, നമ്മൾ നോക്കാണ്ട് എടുത്തു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് the card drawn is. സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെയാ? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് എ ബ്ലാക്ക് കിങ് ആവാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എയ്തർ എ ബ്ലാക്ക് കാർഡ് ഓർ എ കിങ്, ബ്ലാക്കോ അല്ലെങ്കിൽ കിങ്ങോ ആവാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അങ്ങനെ ഒരുപാട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുക. മക്കളെ, ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തറിയണം? ഒരു പെട്ടിയിലെ ഒരു കാർഡിന്റെ പെട്ടിയിൽ ഏതൊക്കെ ടൈപ്പ് കാർഡ് ഉണ്ടാവും നമുക്ക് ആദ്യം അറിയണം. അതിന് നമുക്ക് ഈ ഒരു സാധനം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഒരു പെട്ടിക്കാർഡിൽ എത്ര കാർഡ് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു മക്കളെ, എത്ര കാർഡ് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞത്? ഒരു പെട്ടിയിൽ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52 ആണ്. 52 ആണ്. അതിന് നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. 26ഉം 26ഉം. 26 ബ്ലാക്കും 26 റെഡും ഉണ്ടാവും. 26 ബ്ലാക്കും ഉണ്ടാവും, 26 റെഡും ഉണ്ടാവും. 26 റെഡും ബ്ലാക്കും ഉണ്ടാവും, 26 റെഡും ഉണ്ടാവും. 52 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, ആ 26 റെഡില്ലേ, അതിന് നമ്മൾ വീണ്ടും 13 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഏതൊക്കെയാ? 13 ഡയമണ്ടും 13 ഹേർട്ടും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ആ ബ്ലാക്കില്ലേ 26, അതിന് നമ്മൾ വീണ്ടും 13 ആയിട്ട്, അതായത് 26 ബ്ലാക്കിനെ നമ്മൾ 13 ആയിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാ? 13 നമ്പർ ഓഫ് സ്പേഡ്സും 13 നമ്പർ ഓഫ് ക്ലബ്സും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നിലും ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കിയേ മക്കളെ, കിങ് എല്ലാത്തിലും ഓരോ കിങ് ഉണ്ട് അല്ലെ. സ്പേഡിൽ കിങ് ഉണ്ട്, ക്ലബിൽ കിങ് ഉണ്ട്, ഡയമണ്ടിൽ കിങ് ഉണ്ട്, ഹേർട്ടിൽ കിങ് ഉണ്ട്. അതുപോലെ എല്ലാത്തിലും ക്യൂൻ ഉണ്ട്, എല്ലാത്തിലും ജാക്ക് ഉണ്ട്, എല്ലാത്തിലും ഏസ് ഉണ്ട്. അതേപോലെ 2 മുതൽ 10 വരെ 10 വരെ നമ്പേഴ്സ് എഴുതിയ കാർഡ്സ് ഉണ്ടാവും. 2 എഴുതിയൊരു കാർഡ് ഉണ്ടാവും, 3 എഴുതിയൊരു കാർഡ് ഉണ്ടാവും, 4 എഴുതിയ കാർഡ് ഉണ്ടാവും, 5 എഴുതിയ കാർഡ് ഉണ്ടാവും. അങ്ങനെ 10 വരെ എഴുതിയ കാർഡ്സ് അത് എല്ലാത്തിലും ഉണ്ടാവും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ടോട്ടൽ ഓരോന്നിലും 13 കാർഡ്സ് വെച്ചിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് മക്കളെ, ഒരു കാര്യം കൊണ്ടുണ്ട്. ഫേസ് കാർഡ്സ് എന്ന് വിളിക്കുന്നത് കിങ്, ക്വീൻ, ജാക്കിനെയാണ് നമ്മൾ ഫേസ് കാർഡ്സ് എന്ന് വിളിക്കുന്നത്. ഫേസ് കാർഡ്സ് കിങ്, ക്വീന്, ജാക്ക്. അപ്പൊ എത്ര ഫേസ് കാർഡ്സ് ഉണ്ടാവും അവിടെ? എത്ര ഫേസ് കാർഡ്സ് ഉണ്ടാവും ഒരു പെട്ടിയിൽ? 3 എണ്ണാണോ? അല്ല, നോക്കടാ, 3 എണ്ണം സ്പേഡ്സിലുണ്ട്, 3 എണ്ണം ക്ലബിലുണ്ട്, 3 എണ്ണം ഡയമണ്ടിലുണ്ട്, 3 എണ്ണം ഹേർട്ടിലുണ്ട്. സോ 4 × 3 12 ഫേസ് കാർഡ്സ് വരും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റി അറ്റൻഡ് ചെയ്യാം. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി എന്താണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യനെ ബ്ലാക്ക് കിങ് ആവാനുള്ള പ്രോബബിലിറ്റി. എത്രയാണ് വരിക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബ്ലാക്ക് കിങ്. ബ്ലാക്കും ആയിരിക്കണം, കിങ്ങും ആയിരിക്കണം. നമ്മൾ എങ്ങനെ മക്കളെ പ്രോബബിലിറ്റി എഴുതുക? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണോ അതിന്റെ നമ്പർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. അങ്ങനെയല്ലേ നമ്മൾ പ്രോബബിലിറ്റി എഴുതുക അല്ലേ? അങ്ങനെ മനസ്സിലാക്കിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ മനസ്സിലാക്കി ചെയ്യും. നമ്മളോട് എന്താണ് ചോദിച്ചത്, അത് എത്ര ഉണ്ട് നോക്കുക, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. അങ്ങനെ പഠിച്ചു വെച്ചാൽ പ്രോബബിലിറ്റി കേട്ടോ. വളരെ എളുപ്പമാണ്. അങ്ങനെ ചെയ്താൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിയടാ, എന്താ? എ ബ്ലാക്ക് കിങ് അല്ലെ. ബ്ലാക്കും ആയിരിക്കണം, കിങ്ങും ആയിരിക്കണം. നോക്കിയടാ, ബ്ലാക്ക് ഇതാ 2 എണ്ണല്ലേ വരുന്നത്. ഈ സ്പേഡും ക്ലബും അല്ലേ ബ്ലാക്ക് വരുന്നുള്ളൂ അല്ലെ. മറ്റേത് ബാക്കിയുള്ള റെഡ് അല്ലേ, ഡയമണ്ടും ഹെർട്ടും റെഡ്. അത് നോക്കണ്ട. ബ്ലാക്കും ആയിരിക്കണം, കിങ്ങും ആയിരിക്കണം. ഓക്കെ, ബ്ലാക്കിൽ എത്ര കിങ് ഉണ്ട്? ഒരു കിങ് ഇവിടെ ഉണ്ട്, ഒരു കിങ് ഇവിടെ ഉണ്ട്. ടോട്ടൽ എത്ര കിങ് ഉണ്ട്? 2 കിങ് ഉണ്ട്. അപ്പോൾ 2 ടോട്ടൽ എത്രയാ? നമ്മളോട് ചോദിച്ചത് 2 ആണ്, 2 ഉള്ളൂ. ഇനി ടോട്ടൽ എത്ര ഉണ്ട്? 52. 2/52 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 1 / 26 ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എയ്തർ എ ബ്ലാക്ക് കാർഡ് ഓർ എ കിങ്. ബ്ലാക്കോ അല്ലെങ്കിൽ കിങ്ങോ ആയാൽ മതി. ബ്ലാക്കും ആവാം, കിങ്ങും ആവാം.
ബ്ലാക്കും ആവാം കിങ്ങും ആവാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ബ്ലാക്കിൻ്റെയും ടോട്ടൽ കിങ്ങിൻ്റെയും കൂടെ എണ്ണ എടുക്കണം. പക്ഷേ റിപ്പീറ്റ് വരരുത്, റിപ്പീറ്റേഷൻ വരരുത്. നമ്മൾ ഒരു പ്രാവശ്യം എണ്ണ എടുത്തത് വീണ്ടും എണ്ണാൻ പാടില്ല. ഓക്കെ, അപ്പം എന്താ ചോദിച്ചത്? എയ്തർ എ ബ്ലാക്ക് കാർഡ് ഓർ എ കിങ്. ബ്ലാക്കും വരാം കിങ്ങും വരാം. അപ്പോൾ ബ്ലാക്കിൻ്റെയും കിങ്ങിൻ്റെയും കൂടെ ടോട്ടൽ നമ്പർ എടുക്കണം. ബ്ലാക്കിൻ്റെയും കിങ്ങിൻ്റെയും കൂടെ ടോട്ടൽ നമ്പർ എടുക്കണേ. ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാനുണ്ടാ. ഓക്കെ, ബ്ലാക്കിൻ്റെയും കിങ്ങിൻ്റെയും കൂടെ ടോട്ടൽ നമ്പർ. എടാ ബ്ലാക്ക് ടോട്ടൽ എത്ര ഉണ്ട് നോക്കിയേ? 13 ഇവിടെ ഉണ്ട്, 13 ഇവിടെ ഉണ്ട്. ടോട്ടൽ 26 ഉണ്ട്. 26 ബ്ലാക്ക് ഉണ്ട്. കിങ് എത്ര ഉണ്ട്? എടാ കിങ് ഇവിടെ ആക്ച്വലി 4 ഉണ്ട്. പക്ഷേ ഈ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി ഈ 13 എടുത്തല്ലേ? നമ്മൾ ബ്ലാക്ക് 26 എടുത്തതാണല്ലോ ആ 2 കിങ്. അപ്പോൾ അതിന് വീണ്ടും എണ്ണരുത്. അതാണ് ഞാൻ പറഞ്ഞത്, റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. നമ്മൾ ഓൾറെഡി 26 ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അതെന്താ? ബ്ലാക്കിൻ്റെ ടോട്ടൽ എണ്ണാണ്. ബ്ലാക്കിൻ്റെ ടോട്ടൽ ഈ 2 കിങ്ങും വരുന്നില്ലേ? അത് നമ്മൾ ഓൾറെഡി ആ 26 വന്നു കഴിഞ്ഞല്ലോ. സോ അതിനി കൗണ്ട് ചെയ്യാൻ പാടില്ല, റിപ്പീറ്റേഷൻ വരരുത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കിങ് ഏതൊക്കെയാ? ഏതൊക്കെ കിങ്ങാണോ ബാക്കിയുള്ളത്? ഇതാ ഒരു കിങ് ഇവിടെ, ഒരു കിങ് ഇവിടെ, 2 കിങ് കൂടെ. അപ്പോൾ എത്രയായി? 28 ആയി. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി എത്ര വരും? 28/52. അഥവാ ഇതിനെ രണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 52 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14 ആൻസർ കിട്ടുക. 13. 4 10 30 4 3 12. 4 10 40 4 3 12 52 വരും. ഇനി 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 7 വരും. 4 7 28. അപ്പോൾ 7/13 കിട്ടി. 7/13 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, തേർഡ് ക്വസ്റ്റ്യൻ. ബ്ലാക്ക് ആൻഡ് എ കിങ്. ബ്ലാക്കും ആയിരിക്കണം കിങ്ങും ആയിരിക്കണം. ബ്ലാക്കും ആയിരിക്കണം കിങ്ങും ആയിരിക്കണം. നമ്മുടെ കാർഡ് വലിക്കുന്നതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കണം? ബ്ലാക്കും ആവണം കിങ്ങും ആവണം. നമുക്ക് നോക്കാം. ബ്ലാക്കും ആവണം കിങ്ങും ആവണം. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ബ്ലാക്കും ആയിരിക്കണം കിങ്ങും ആയിരിക്കണം. ഓക്കെ, എടാ ബ്ലാക്കും ആയിരിക്കണം കിങ്ങും ആയിരിക്കണം. ബ്ലാക്ക് എത്ര ഉണ്ടോ മക്കളെ? ബ്ലാക്ക് എത്ര ഉണ്ട്? ബ്ലാക്ക് കിങ് എത്ര ഉണ്ട് നോക്കിയേ? ഇത് രണ്ടുമാണ് സ്പേഡും ക്ലബ്ബാണ് ആകെയുള്ള ബ്ലാക്ക്. അതിൽ കിങ് എത്ര ഉണ്ട്? ഒരു കിങ് 2 കിങ് ഉണ്ട്. സോ എത്ര വരും മക്കളെ? 2/52 അഥവാ 1/26. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് 2/56 1/26 ആണ്. സോ 1/26 ആണ് മൂന്നാമത്തത്. അടുത്തതോ മക്കളെ നാലാമത്തത് എന്താ ക്വസ്റ്റ്യൻ? എ ജാക്ക് ക്വീൻ ഓർ എ കിങ്. ജാക്ക് ആവാം, അല്ലെങ്കിൽ ക്യൂൻ ആവാം, അല്ലെങ്കിൽ കിങ് ആവാം അല്ലെ? ജാക്കോ കിനോ കിങ്ങോ. അപ്പോൾ മൊത്തത്തിലുള്ള ജാക്കും കിങ്ങും കൂടെ കൗണ്ട് ചെയ്യുക, നമ്പർ കൗണ്ട് ചെയ്യുക. എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക? ജാക്ക് ഇതാ, ജാക്ക് ഇതാ, കിങ് ഇതാ, 3 എണ്ണം ഇവിടെ ഉണ്ട്, 3 എണ്ണം ഇവിടെ ഉണ്ട്, 3 എണ്ണം ഇവിടെ ഉണ്ട്, 3 എണ്ണം ഇവിടെ ഉണ്ട്. ടോട്ടൽ എത്ര ആയി? 4 × 3 12 അല്ലേ? 12 ഡിവൈഡഡ് ബൈ 52 എന്ന് വരും. അഥവാ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 13ഉം 3ഉം 3 ഡിവൈഡഡ് ബൈ 13 എന്ന് വന്നു. 3 ഡിവൈഡ് ബൈ 13 എന്ന് വന്നു. ക്ലിയർ ആണോടാ? 3 4 12 4 10 40 4 3 12 52. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ നെയ്തർ എ ഹേർട്ട് നോർ എ കിങ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഇന്നത് വരാനുള്ള പ്രോബബിലിറ്റി ആയിരുന്നു. എന്നാൽ ഇവിടെയോ വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാ. ഹേർട്ടും വരാൻ പാടില്ല, കിങ്ങും വരാൻ പാടില്ല. അതിനുള്ള പ്രോബബിലിറ്റി നമ്മൾ ചോദിച്ചത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് അതിൻ്റെ നമ്പർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ മതി അല്ലേ? എന്നാൽ വരാതിരിക്കാനുള്ളതാണെങ്കിലോ? എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കോയിൻ ടോസ് ചെയ്യുക. അതിൽ ഹെഡ് വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടെയില് വരാനുള്ള പ്രോബബിലിറ്റി അല്ലേ? നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വരാനുള്ള പ്രോബബിലിറ്റി അല്ലേ വരിക? അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം ഹെഡ് വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടെയില് വരാനുള്ള പ്രോബബിലിറ്റി അല്ലേ? ടെയില് വരാനുള്ള പ്രോബിലിറ്റി പറഞ്ഞാൽ എന്താ? ഹെഡ് വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി. ടെയില് വരാനുള്ള പ്രോബിലിറ്റി പറഞ്ഞാൽ എന്താ? ഹെഡ് വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഇവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? നെയ്തർ എ ഹേർട്ട് നോർ എ കിങ് എന്ന് വെച്ചാൽ എന്താ? ബാക്കിയുള്ളത് ഹേർട്ടും അല്ല കിങ്ങും അല്ല, ബാക്കി എന്തൊക്കെ ഉണ്ടോ അത് വരാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് ഹേർട്ടിൻ്റെ കിങ്ങിൻ്റെ എണ്ണ എടുക്കുക, എന്നിട്ട് 52 അത് മൈനസ് ചെയ്യുക, എന്നിട്ട് അപ്പോൾ ബാക്കിയുള്ള കിട്ടും, അത് വരാനുള്ള പ്രോബിലിറ്റി എഴുതിയേക്കുക. ആൻസറായി. ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം. ഹേർട്ടും കിങ്ങും എത്ര ഉണ്ട് നോക്കടാ. ഹേർട്ടും കിങ്ങും എത്ര ഉണ്ട് നോക്കാം നമുക്ക് ആദ്യം. ഹേർട്ടും കിങ്ങും ആണ് നമ്മൾ നോക്കുന്നത് മക്കളെ. ഹേർട്ടും കിങ്ങും ആദ്യം വേണ്ടാത്തതൊക്കെ മായ്ച്ചു ആട്ടെ. യെസ്. എടാ ഹേർട്ടും കിങ്ങും, ഹേർട്ട് എത്ര ഉണ്ട് മക്കളെ? ഹേർട്ട് എത്ര ഉണ്ട്? ടോട്ടൽ 13 ഹേർട്ട് ഉണ്ട് അല്ലെ? 13 നമ്പർ ഹേർട്ട് ഉണ്ട്. സോ 13 പ്ലസ് ബാക്കി എത്ര ഹേർട്ട് നമ്മൾ എടുത്തു. ഇനി കിങ് ഇല്ലേ? കിങ് എടുക്കണ്ടേ? കിങ് ഹേർട്ടിലുള്ള കിങ് നമ്മൾ എടുക്കാൻ പാടുണ്ടോ? പാടില്ല, റിപ്പീറ്റേഷൻ വരരുത്. സോ ബാക്കിയുള്ള കിങ് എടുക്കുക. ബാക്കി എത്ര കിങ് ഉണ്ടടാ? 3. 13 + 3 എത്രയാ? 16 ആണ് ഹേർട്ടും കിങ്ങും കൂടെ ടോട്ടൽ ഉള്ളത്. പക്ഷെ നമ്മളോട് ഹേർട്ടും കിങ്ങും ഹേർട്ടോ അല്ലെങ്കിൽ കിങ്ങോ വരാനുള്ള പ്രോബബിലിറ്റി ആണോ ചോദിച്ചത്? അല്ല, അത് വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാ. എന്താ ക്വസ്റ്റ്യൻ? എന്താ? നെയ്തർ എ ഹേർട്ട് നോർ എ കിങ്. അപ്പോൾ
ഹേർട്ടും കിങ്ങും കൂടെ ടോട്ടൽ 16 ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള എത്ര ഉണ്ടാവും? 52 മൈനസ് 16 അല്ലേ? 52 മൈനസ് 16 അല്ലേ വരിക? എത്ര വരികടാ? 4ഉം 34 36 അല്ലേ വരിക? 36 അല്ലേ വരിക? 36ഉം 10 46 6ഉം 52 കറക്റ്റ് ആണ്. സോ 36 വരും. അപ്പം പ്രോബബിലിറ്റി എത്രയാണ് മക്കളെ വരിക? പ്രോബബിലിറ്റി എത്രയാണ് വരിക? 36 ഡിവൈഡഡ് ബൈ 52 എന്ന് വരും. 36 ഡിവൈഡ് ബൈ 52. എടാ അതെങ്ങനെ ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 52 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13 കിട്ടും, 9 കിട്ടും. 9/13 വരും. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. നമ്മളുടെ ഒരു സാധനം വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി വെച്ചാൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? എന്താ ചെയ്യേണ്ടത്? മറ്റേത് ബാക്കിയുള്ളത് വരാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? സ്പെയ്ഡ് ഓർ എൻ എയ്സ്. സ്പെയ്ഡോ അല്ലെങ്കിൽ എയ്സോ കിട്ടാനുള്ള പ്രോബിലിറ്റി. നമുക്ക് നോക്കാം സ്പെയ്ഡും എയ്സും എത്ര ഉണ്ടെന്ന്. ബാക്കിയൊക്കെ സ്പെയ്ഡും എയ്സും. സ്പെയ്ഡ് ടോട്ടൽ എത്ര ഉണ്ടോ? 13 നമ്പർ ഓഫ് സ്പെയ്ഡ് ഉണ്ട് അല്ലേ? 13 പ്ലസ് എയ്സ് ആക്ച്വലി 4 ഉണ്ട് അല്ലേ? ഒന്ന്. പക്ഷേ ഇതിലുള്ളത് കൂട്ടാൻ പാടില്ല. സ്പെയ്ഡിൽ നമ്മൾ 13 ഓൾറെഡി കൗണ്ട് ചെയ്തല്ലോ. സോ അത് കൂട്ടാൻ പാടില്ല. ബാക്കി എത്ര ഉണ്ട്? 3. സോ 16 വരും. 13 3 16. 16 ഡിവൈഡ് ബൈ 52 അഥവാ 4/13 വരും. ഫ്രാക്ഷനെ ചെറുതാക്കിയപ്പോൾ എത്ര കിട്ടി? 4/13 തോന്നും. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ നെയ്തർ എൻ എയ്സ് നോർ എ കിങ്. എയ്സും ആവാൻ പാടില്ല, കിങ്ങും ആവാൻ പാടില്ല. എയ്സും കിങ്ങും നമ്മൾ എവിടെ എഴുതി നോക്കട്ടെ. ആദ്യത്തൊക്കെ വായിക്കട്ടെ. എയ്സും ആവാൻ പാടില്ല, കിങ്ങും ആവാൻ പാടില്ലേ. സോ നമുക്ക് നോക്കാം. എയ്സ് എത്ര ഉണ്ട് നോക്കടാ? 1 2 3 4. കിങ് എത്ര ഉണ്ട് നോക്ക്. എയ്സും നെയ്തർ എൻ എയ്സ് നോർ എ കിങ്. ഓക്കെ, കിങ് എത്ര ഉണ്ട് നോക്കടാ? കിങ് ഉണ്ട് 4 എണ്ണം അല്ലേ? 4 എയ്സും ഉണ്ട്, 4 കിങ്ങും ഉണ്ട്. 4 എയ്സും ഉണ്ട്, 4 കിങ്ങും ഉണ്ട്. 4 എയ്സും 4 കിങ്ങും എന്ന് പറഞ്ഞാൽ എത്രയായി മക്കളെ? ടോട്ടല് 4 4 8 എണ്ണായില്ലേ? അപ്പോൾ അത് വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ളത് വരാനുള്ള പ്രോബിലിറ്റി അല്ലേ? അപ്പോൾ 52 എന്ത് മൈനസ് ചെയ്യുക? 8 അങ്ങോട്ട് മൈനസ് ചെയ്തേക്കുക. 52 മൈനസ് 8 എത്ര വരും മക്കളെ? 44. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ വരിക? സെവൻത്ത് ക്വസ്റ്റ്യൻ ആൻസർ 44 ഡിവൈഡഡ് ബൈ 52. അതെത്ര വരും? 44 ഡിവൈഡ് ബൈ 52. 44ൽ 4 11 ടൈംസ്. 11 ഡിവൈഡ് ബൈ 52ലോ 13 അല്ലേ? നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരിക്കില്ല 52ൽ 4 13 ആണെന്ന്. സോ അല്ലേ? 4 10 40 4 3 12 52. ഓക്കെ, ദെൻ 8. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നെയ്തർ എ റെഡ് കാർഡ് നോർ എ കിൻ. റെഡ് വരരുത്, ക്യൂനും വരരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം. ആദ്യം റെഡിൻ്റെയും കീൻ്റെ ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കുക. നോക്കുക, റെഡിൻ്റെയും കീൻ്റെ ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കണേ. റെഡ് എത്ര ഉണ്ടോ ടോട്ടൽ? റെഡ് 13 26 എണ്ണം ഉണ്ട്. 26 നമ്പേഴ്സ് ഉണ്ട് റെഡ്. പിന്നെയോ നമ്മൾ ഉദ്ദേശിച്ചത് നെയ്തർ എ റെഡ് കാർഡ് നോർ എ ക്യൂൻ അല്ലേ? യെസ്, ക്യൂൻ. റെഡിൻ്റെ എണ്ണം എടുത്ത് 26 ആണ്. ക്യൂൻ എത്ര വരുന്നുണ്ട്? 1 ക്യൂൻ 2 ക്യൂൻ 2 ക്യൂനാ. ബാക്കിയുള്ള 2 എടുക്കരുത്, കാരണം അത് റെഡിൽ വരുന്ന നമ്മൾ ഓൾറെഡി റെഡ് കൗണ്ട് ചെയ്ത് 26 അതിൽ കൗണ്ട്, പിന്നെ വീണ്ടും അത് കൗണ്ട് ചെയ്യാൻ പാടില്ല. സോ +2 എത്രയാടാ? 28. അപ്പോൾ എത്ര വരും മക്കളെ? 28 വന്നു. ഓക്കെ, 28 വന്നു. അവിടെ നോക്കിയേ, 28 വന്നു. നമ്മളോട് എന്താ ചോദിച്ചത്? ക്വസ്റ്റ്യൻ ചോദിച്ചത് റെഡും ക്യൂനും ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ്. ആവാനുള്ള പ്രോബിലിറ്റി ആണെങ്കിലോ എന്താ ചോദിക്കുക? റെഡ് ഓർ ക്യൂൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതുക? 28/52 എന്ന് എഴുതാം. എന്നാൽ ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി അല്ലെ? റെഡും വരാൻ പാടില്ല, ക്യൂനും വരാൻ പാടില്ല. അപ്പോൾ എന്താ നമ്മൾ എഴുതേണ്ടത്? 52 എന്തിനാ മൈനസ് ചെയ്യുക? ഈ 28 അങ്ങോട്ട് മൈനസ് ചെയ്തേക്കുക. അപ്പോൾ എത്ര കിട്ടും? 52 28 മൈനസ് ചെയ്ത് എത്രയാണ് കിട്ടുക? 24 അല്ലേ കിട്ടുക? 20 + 20 40 48 52. ഓക്കെ, അപ്പോൾ 24 വന്നു. അപ്പോൾ 24 ഡിവൈഡ് ബൈ 52 എന്ന് വന്നു. അഥവാ 24/52 എത്രയാണ് വരിക? 6 ഡിവൈഡ് ബൈ 13 അല്ല 24. ഓക്കെ, കറക്റ്റാണ്. ദെൻ അടുത്തത് 9th ക്വസ്റ്റ്യൻ. അതർ ദാൻ എൻ എയ്സ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് അതർ ദാൻ എൻ എയ്സ്. എയ്സ് അല്ലാണ്ട് ബാക്കിയുള്ളത് ഏതെങ്കിലും വരാനുള്ള പ്രോബബിലിറ്റി. അതർ ദാൻ എൻ എയ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എയ്സ് അല്ലാണ്ട് ബാക്കി. എയ്സ് എത്ര ഉണ്ട് നോക്കും മക്കളെ? എയ്സ് എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ എയ്സ് അല്ലാണ്ട് ബാക്കിയുള്ളതോ എത്ര ഉണ്ടാവും? 52 - 4 എത്രയാ? 48/52 അഥവാ 12 ഡിവൈഡഡ് ബൈ 13 വരും. 12 ഡിവൈഡ് ബൈ 13 വരും. ഇനിയോ 10th ക്വസ്റ്റ്യൻ. 10 വരാനുള്ള പ്രോബബിലിറ്റി നമുക്ക് നോക്കാം മക്കളെ. 10 നോക്കടാ.
2 മുതൽ 10 വരെ നമ്പേഴ്സ് എഴുതിയ കാർഡ് ഓരോന്നിലുണ്ട് അല്ലെ. സ്പേഡിലുണ്ട്, ക്ലബിലുണ്ട്, ഡയമണ്ടിലുണ്ട്, ഹെർട്ടിലുണ്ട്. അതായത് 10 നമ്പർ വരുന്ന എത്ര ഉണ്ടാവും? ദാ ഇത് ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും. ടോട്ടൽ എത്ര ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. ടോട്ടൽ 4 എണ്ണം ഉണ്ടാവും. 4/52 അഥവാ 1/13 വരും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് സ്പെയ്ഡ് ആണ്. അതിൻ്റെ അടുത്ത് ബ്ലാക്ക് കാർഡാണ്. അടുത്തത് 7 ഓഫ് ക്ലബ്സ് ആണ്. 7 ഓഫ് ക്ലബ്സ് എന്ന് പറഞ്ഞാൽ ക്ലബ്സിൽ 7 വരാനുള്ളത്. ക്ലബ്സിൽ 7 അയക്കണേ, അല്ലാതെ വേറെ ഇതിൽ 7 അല്ല, ക്ലബ്സിൽ 7. ഓക്കെ. പിന്നെ ജാക്ക് വരാനുള്ളത്. പിന്നെ ഏസ് ഓഫ് സ്പേഡ്സിൽ ഏസ് വരാനുള്ളതാണ്. ദെൻ എ ക്വീൻ. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതായത് 1 2 3 4 5 6 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നമ്പർ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, പ്രോബബിലിറ്റി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, പ്രോബബിലിറ്റി എഴുതുക. ഒരൊറ്റ കമന്റ് ആയിട്ട്, സിംഗിൾ കമന്റ് ആയിട്ട് ചെയ്യണം മക്കളെ. സിംഗിൾ കമന്റ് ആയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ആൻസർ ചെയ്യണം, സിംഗിൾ ആയിട്ട് കമന്റ് ചെയ്യണം. അതായത് നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, 11th ക്വസ്റ്റ്യൻ 11 നമ്പർ ഇടുക, ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കുക, എന്നിട്ട് പ്രോബബിലിറ്റി എഴുതുക, എന്നിട്ട് ഒരു കോമയോ അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ഗ്യാപ്പ് അങ്ങനെ ഇട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. എത്രയാ? 12 ഇട്ടിട്ട് ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത പ്രോബബിലിറ്റി എഴുതുക. അങ്ങനെ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ ഒരു സിംഗിൾ കമന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓക്കെ ഡിഫറെന്റ് കമന്റ്സ് ആയാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഈ ബാക്കിയുള്ള എല്ലാത്തിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കാരണം അത്രയും എളുപ്പമാണ്. നമ്മൾ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇതിനേക്കാളൊക്കെ നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനേക്കാൾക്ക് എത്രയോ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് ബാക്കിയുള്ളത്. സോ നിർബന്ധമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്തോളാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.